എൻ പ്രിയനേശുവെ രുചിച്ചറിഞ്ഞു എൻ വേദനയിൻ നാളുകളിൽ ക്ഷമിച്ചിടുവാൻ സഹിച്ചിടുവാൻ എനിക്കവൻ തൻ കൃപ തന്നു. കർത്താവ് സ്നാനമേറ്റ് കയറുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പിതാവായ ദൈവം പറയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവൻ ദേഹരൂപത്തിൽ അല്ലെങ്കിൽ പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ആവസിക്കുന്നത് നമ്മൾ കാണുന്നത്. ഹി വാസ് കിങ്. At the same time, he was proclaiming what kind of king he is. And God was pleasing in him. And he says, he is my beloved son. He is my beloved son. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഇപ്പൊ മനസ്സിലാക്കണം, മത്തായി ആദ്യത്തെ 3 അധ്യായങ്ങളിലൂടെ യേശു ആരാണ് എന്നുള്ള കൃത്യമായ ഒരു യാഥാർത്ഥ്യം നമുക്ക് വെളിപ്പെടുത്തുകയാണ്. 4-ാം അധ്യായത്തിൽ വീണ്ടും വരുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണെന്നറിയാമോ? കുറെ കൂടെ ആഴത്തിൽ കർത്താവ് തൻ്റെ രാജ്യത്വം എങ്ങനെയുള്ളതായിരിക്കണം, അഥവാ എങ്ങനെയുള്ള രാജാവാണ് താൻ എന്ന് അവൻ സ്നാനത്തിലൂടെ വെളിപ്പെടുത്തി. പക്ഷെ തൻ്റെ രാജ്യത്തിൽ അല്ലെങ്കിൽ തനിക്ക് ദൈവം നൽകിയിരിക്കുന്ന ആ ലക്ഷ്യം, അതല്ലെങ്കിൽ ദൗത്യം, മിഷൻ, തൻ്റെ ദൗത്യം എപ്രകാരമായിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ മാർഗം എന്തായിരിക്കണം. ഇപ്പോൾ യേശു അവൻ്റെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞു. അവൻ്റെ ലക്ഷ്യം എന്താണെന്ന് മാത്രമല്ല, അവൻ്റെ മാർഗം എങ്ങനെയാണ് യേശു തൻ്റെ ലക്ഷ്യം എന്ന് ഉദ്ദേശിക്കുമ്പോഴത്തേക്ക് എന്താണ്? പിതാവ് അവനെ ഫലമേൽപ്പിച്ചിരിക്കുന്നതായ ദൗത്യം, ദ മിഷൻ ദാറ്റ് ദ ഫാദർ ഹാസ് എൻട്രസ്റ്റഡ് അപ്പോൺ ഹിം, ഹൗ ഹി ഈസ് ഗോയിങ് ടു മേക്ക് ഇറ്റ്, ഹൗ ഹി ഈസ് ഗോയിങ് ടു അക്കംപ്ലിഷ് ഇറ്റ്. അതാണ് വാസ്തവത്തിൽ ടെംപ്റ്റേഷൻസ് നമ്മൾ കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ കർത്താവിൻ്റെ ടെംപ്റ്റേഷൻസിൽ അവൻ തൻ്റെ മാർഗം തിരഞ്ഞെടുക്കുകയാണ്. എന്ത് മാർഗം? എങ്ങനെ പിതാവ് തന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം താൻ നിർവഹിച്ചെടുക്കും. പിതാവ് തന്നെ വിമോചകനായി പറഞ്ഞു വിട്ടിരിക്കുകയാണ്. എങ്ങനെയാണ്? ഹി ഈസ് ദ റിഡീമർ. എങ്ങനെ വീണ്ടെടുക്കണം, മനുഷ്യവർഗത്തെ വീണ്ടെടുക്കാനായിട്ട് പിതാവ് തന്നെ പറഞ്ഞയച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ അറിഞ്ഞു 1-ാം അധ്യായത്തിൽ തന്നെ. ബിക്കോസ് എന്താണ്? വന്നത് തന്നെ, അവൻ വന്നത് എന്തിനു വേണ്ടിയാണ്? അവൻ അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുപ്പാനിരിക്കുക കൊണ്ട്. എന്നാൽ എങ്ങനെയാണ് വീണ്ടെടുപ്പ് നടക്കേണ്ടത്? 2, ദൈവം അവനെ രാജാവായി പറഞ്ഞു വിട്ടിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞു. പക്ഷെ എങ്ങനെയാണ് ഭരണം നടത്തേണ്ടത്? ഈ തീരുമാനങ്ങൾ അല്ലെങ്കിൽ മാർഗം തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ മത്തായി യേശു കർത്താവിൻ്റെ പ്രലോഭനങ്ങളുടെ ചരിത്രം നമുക്ക് വിവരിച്ചു തരുന്നത്. ഹി ഈസ് ദ സേവിയർ ഈസ് കമ്മിങ്, ദ കിങ് ഈസ് ബോൺ, ദ ഹെറാൾഡ് ഓഫ് ദ കിങ്ഡം ത്രൂ ജോൺ ദ ബാപ്റ്റിസ്റ്റ്. And the king reveals himself in his baptism, and now the king chooses the method he will carry out his task. അവന് വേണ്ടി ഫലമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എങ്ങനെ ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് അവൻ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. മാർഗം. ഈസ് നോട്ട് ചൂസിങ് ദ വേ ഓഫ് ദ കോമൺ തിങ്സ് ദാറ്റ് മാൻ വുഡ് ചൂസ്. മനുഷ്യൻ സ്വാഭാവികമായി തിരഞ്ഞെടുക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം അവൻ തിരഞ്ഞെടുത്തില്ല. യേശുക്രിസ്തുവിന്റെ പ്രലോഭനങ്ങളെ കുറിച്ച് നമുക്കറിയാമല്ലോ. ആദ്യം തന്നെ പിശാച് അവൻ്റെ അടുക്കൽ വന്നിട്ട് പറയുന്നത്, നീ ദൈവപുത്രനെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്? അവൻ വിശന്നിരിക്കുന്ന സമയത്താണ്. 40 ദിവസം അവൻ ഭക്ഷണം കഴിച്ചില്ല, അവൻ ഉപവാസത്തിലായിരുന്നു. 40 ദിവസവും അവനെ പരീക്ഷിച്ചുകൊണ്ടിരുന്നു എന്നാണ് ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ അവൻ ഉപവാസം എടുത്ത് 40 ദിവസം കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. അപ്പോൾ പിശാച് അവൻ്റെ അടുക്കൽ വന്നിട്ട്, ഇഫ് യു ആർ ദ സൺ ഓഫ് ഗാഡ്, ടേൺ ദീസ് സ്റ്റോൺസ് ഇൻടു ലോവ്സ് ഓഫ് ബ്രെഡ്. നീ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ നീ എന്ത് ചെയ്യുക? ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക. പിശാച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ ദൈവത്തിൻ്റെ പുത്രനാണെന്നാണോ നിന്റെ ചിന്ത? അങ്ങനെയാണെങ്കിൽ പുത്രൻ എന്തിനാണ് വിശന്നിരിക്കുന്നത്? ഇഫ് യു ആർ ദ സൺ, നീ എന്തിനാണ് വിശന്നിരിക്കുന്നത്? പുത്രൻ എന്തിനാണ് സ്റ്റാർവ് ചെയ്യുന്നത്? വൈ കാന്റ് യു ജസ്റ്റ് ടേൺ ദി സ്റ്റോൺസ് ഇൻടു ലോവ്സ് ഓഫ് ബ്രെഡ്? ഈ കല്ലൊക്കെ നിനക്ക് എന്താ ചെയ്യാൻ പറ്റും? അപ്പമാക്കി ചെയ്യാൻ പറ്റുമല്ലോ. ബിക്കോസ് യു ഹാവ് ദ പവർ, യു ആർ ഗാഡ്. നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ നിനക്കിത് ചെയ്യാമല്ലോ. നീ എന്തിനാ പിന്നെ വിശന്നിരിക്കുന്നത്? പിശാച് ഇന്നും നമ്മളോട് ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമാണ്, ദൈവത്തിന്റെ പുത്രൻ എന്തിനാ കഷ്ടപ്പെടുന്നതെന്ന്. ദൈവത്തിന്റെ പുത്രനല്ല നമ്മളോടൊക്കെ ചോദിക്കുന്നത്, നീ ദൈവത്തിന്റെ അടുത്ത ആളാണെന്ന് പറയുകയും ചെയ്യും, നിന്റെ ജീവിതത്തിൽ ഒരു ഗതിയും പിടിക്കത്തില്ല, ഇത് എന്തോ കാര്യം? നീ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ, നീ അത്രയ്ക്ക് ദൈവത്തിന് അടുത്ത ആളാണെങ്കിൽ, വൈ കാന്റ് യു ജസ്റ്റ് പ്രേ, കർത്താവേ ഈ എല്ലാ പ്രതിസന്ധിയിൽ നിന്ന് ഇന്ന് രാത്രി തന്നെ എന്നെ വിടുവിക്കണമേ കർത്താവേ.
അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ നടന്നാൽ അന്നേരം മനസ്സിലാക്കാമല്ലോ നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത ആളാണെന്ന്. അല്ലെങ്കിൽ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? അപ്പൊ ഇത് എന്നുള്ള ഒരു പരീക്ഷയാണ്. എന്ത്? ഇതുപോലെയുള്ള ഒരു ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുവാനുള്ള വലിയൊരു ടെൻഡൻസി. യേശുവിനോട് പിശാച് പറയുന്നത്, നീ ഉദ്ദേശിക്കുന്നത് പോലെയല്ല ഈ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നം എന്ന് പറഞ്ഞാൽ വിശപ്പാണ്. ശരിയുമാണ്, അന്നത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് വിശപ്പ്. കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് പട്ടിണിയുടെ ഒരു സമയമാണ്. നമുക്കറിയാമല്ലോ, യെരുശലേം സഭയിലെ യേശുവിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് യെരുശലേമിൽ സഭ ഉണ്ടായി. യെരുശലേമിലെ സഭ വാസ്തവത്തിൽ അവിടെ ഒരു വലിയ ക്ഷാമം ഉണ്ടാകുകയാണ്. വലിയ ക്ഷാമം ഉണ്ടാകുന്ന അഗാബോസ് പ്രവചിക്കുന്നുണ്ട്. ഇൻ ദോസ് ഡേയ്സ് ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ഫുഡ്. ഇപ്പോൾ 5 കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ദിവസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 5000 പുരുഷന്മാരും അത്രയും സ്ത്രീകളും കുഞ്ഞുങ്ങളും എല്ലാം ഉണ്ടായിട്ട് ഒറ്റ ഒരുത്തൻ്റെ കയ്യിലേ ഉണ്ടായിരുന്നുള്ളൂ പൊതിച്ചോറ്. ബാക്കി ഒറ്റ ഒരുത്തൻ്റെ കയ്യിലും പൊതിച്ചോറ് ഇല്ലായിരുന്നു. ദാറ്റ് മീൻസ് they didn't have, അവർക്കില്ലായിരുന്നു. ഇല്ലായ്മയുടെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ പിശാച് പറയുന്നത്, this is the real problem and you have the power because you are God, you are son of God. If you are the son of God, ഇങ്ങനെ വിശന്നിരുന്നിട്ട് നിനക്കും വിശന്നിരുന്നിട്ട് കാര്യമില്ല, മറ്റുള്ളവരും വിശക്കേണ്ട കാര്യം ഇല്ല. നിന്റെ ആ അത്ഭുത പ്രവൃത്തികളൊക്കെ നീ ഒന്ന് പ്രയോഗിക്ക്. അങ്ങനെ ആളുകൾക്ക് സൗഖ്യം വരട്ടെ, അങ്ങനെ ആളുകൾക്ക് വിശപ്പ് മാറട്ടെ, അങ്ങനെ ആളുകളൊന്ന് നന്നാകട്ടെ. ഇതൊരു ഭയങ്കര ടെംപ്റ്റേഷനാണ്, ഭയങ്കര ടെംപ്റ്റേഷൻ. പക്ഷെ കർത്താവ് പറഞ്ഞു, നോ, ദാറ്റ് ഈസ് നോട്ട് മൈ വേ. ഹി വാസ് നോട്ട് യൂസിങ് ഹിസ് സൂപ്പർ നാച്ചുറൽ എബിലിറ്റി. കർത്താവിൻ്റെ മനസ്സലിവ് കൊണ്ട് ചില സമയങ്ങളിലൊക്കെ കർത്താവ് ജനങ്ങളുടെ പ്രതിസന്ധികളിൽ അവരെ സഹായിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് തന്നെ ഒരു എക്സെപ്ഷനാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ പൂർണ്ണമായ വിശ്വാസം, യേശു ഭൂമിയിലേക്ക് വന്നത് ഒരു അത്ഭുതവും ചെയ്യരുതെന്ന് ചിന്തിച്ച. കാരണം അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ച് കൊള്ളരുത് എന്ന് ചിന്തിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ പാവം പിടിച്ച നയ്യനിലെ വിധവയുടെ കരച്ചിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് മോനെ എന്ത് ചെയ്തു പോയി? ഉയർപ്പിച്ചു കൊടുത്തുപോയി. മനസ്സലിവിൻ്റെ പ്രതിഫലനമായിട്ടാണ് കർത്താവ് ഓരോ അത്ഭുതങ്ങളും ചെയ്യുന്നത്, അല്ലാതെ ആളുകളെ വെരുട്ടാൻ വേണ്ടിയൊന്നുമല്ല. ഇന്നിപ്പോൾ അത്ഭുതമൊക്കെ കാണിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആളുകളെ വെരുട്ടാനാണ്. ആളുകളെ വെരുട്ടാനല്ല അത്ഭുതം. എന്തിനു വേണ്ടിയാണ്? മനസ്സലിവിൻ്റെ പ്രതിഫലനമായിരിക്കണം. ഇന്ന് വാസ്തവത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന അതാണ്. അതുകൊണ്ടാണല്ലോ അത്ഭുതങ്ങളുടെ പോസ്റ്ററൊക്കെ അടിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ മനസ്സലിവാണ്, വേറെ ഒന്നുമില്ല. അത്ഭുതം നടന്നില്ലെങ്കിൽ നമുക്ക് ആകപ്പാട് സങ്കടമാണ്. കാര്യം പരസ്യപ്പെടുത്തിയിരിക്കുന്നത് തന്നെ ഇവിടെ അത്ഭുതം നടക്കുമെന്ന് ഇല്ലേ? പരസ്യപ്പെടുത്തിയിരിക്കുന്നത് തന്നെ അത്ഭുതം നടക്കാൻ പോവാണെന്ന് പറഞ്ഞുകൊണ്ട്, പിന്നെ അത് നടന്നില്ലെങ്കിൽ എന്തൊരു കഷ്ടമായിരിക്കും. പക്ഷേ യേശു ഒരിക്കലും എന്ത് ചെയ്തില്ല, അങ്ങനെ ഒരു സൂപ്പർ നാച്ചുറൽ എബിലിറ്റി കർത്താവ് ഉപയോഗിക്കാനായിട്ട് തീരുമാനമെടുത്തില്ല. He said, my way is different. അവന് വേണ്ടി ഒരിക്കലും അത്ഭുതം ചെയ്തിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കൽ പോലും യേശു എന്ത് ചെയ്തില്ല? 5 കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച വ്യക്തിയാണ് യേശു കർത്താവ്. പക്ഷേ അവന് വിശന്നപ്പോൾ അവനൊരു അത്തിപ്പഴം കിട്ടാനായിട്ട് കൊതിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. അവൻ ഒന്ന് കൽപ്പിച്ചാൽ ഏതെങ്കിലും അത്തിയിൽ നിന്ന് പഴമുണ്ടായി ഫ്രൂട്ട് എന്താണ് പക്ക ആയിട്ട് യേശുവിൻ്റെ വായിക്കകത്ത് വന്ന് വീഴുന്നതിനകത്തും പ്രയാസമൊന്നുമില്ല. ഹി ക്യാൻ, but he was not using his ability to perform miracles never for himself. അവന് വേണ്ടി ഒരിക്കലും അതവൻ ഉപയോഗിച്ചിട്ടില്ല. അതാണ് നമ്മുടെ രാജാവിൻ്റെ 5 കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചിട്ടും സ്വയം വിശന്നപ്പോൾ അത്ഭുതം ചെയ്യാൻ തയ്യാറാകാത്തവനാണ് നമ്മുടെ രാജാവ്. നമ്മുടെ ഹീറോ എപ്പോഴും ആ യേശു ആയിരിക്കണം. നമ്മുടെ ഹീറോ എപ്പോഴും ആ യേശു ആയിരിക്കണം. And he was not making people astonished by doing some kind of gimmicks. പിശാച് അവനോട് പറയുന്നു, അപ്പം ഉണ്ടാക്കാനായിട്ട് നീ പരിശ്രമിക്കുന്നില്ലെങ്കിൽ നിന്റെ മാർഗം എന്താണ്? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. കർത്താവ് പറഞ്ഞു, ദിസ് ഇസ് നോട്ട് മൈ വേ. അപ്പം കൊടുത്തിട്ടല്ല ഞാൻ ആളുകളെ വീണ്ടെടുക്കാൻ പോകുന്നത്. പകരം എന്ത് കൊടുത്തിട്ടാണ്? എന്നെ തന്നെ കൊടുത്തിട്ടാണ്. സാത്താൻ അല്ലെങ്കിൽ പിശാച് പറഞ്ഞ എന്താണ്? നീ വിശക്കുന്നവരായ ജനങ്ങൾക്ക് എന്ത് കൊടുക്കുക? അപ്പം കൊടുക്കുക. പക്ഷെ യേശു പറഞ്ഞു, എൻ്റെ മാർഗം അതല്ല. എൻ്റെ മാർഗം എന്താണ്? വിശക്കുന്നവർക്ക് അപ്പം കല്ലിൽ നിന്ന് അപ്പം ഉണ്ടാക്കി കൊടുക്കുകയല്ല, പകരം വിശക്കുന്നവർക്ക് എന്നെ ഭക്ഷിക്കാൻ കൊടുത്തുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? വിമോചകനാകാൻ പോകുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ദൈവം കർത്താവ് എന്ത് ചെയ്യാണ്? ചൂസ് ചെയ്യുകയാണ്. എന്താ അവൻ്റെ മാർഗം എന്തായിരിക്കണം? അവനെ തന്നെ കൊടുത്തുകൊണ്ടാണ്
ദൈവപിതാവ് അവനെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യം നിർവഹിക്കുന്നതിൻ്റെ മാർഗം അത്ഭുതം നടത്തി അപ്പം കൊടുത്തുകൊണ്ടല്ല, പ്രത്യുത സ്വയം മരിച്ച് അവനെ തന്നെ ഭക്ഷിക്കാൻ കൊടുക്കുന്നതിലൂടെയാണ്, അവൻ്റെ രക്തം കൊടുത്തുകൊണ്ടാണ്, അവൻ്റെ ശരീരം കൊടുത്തുകൊണ്ടാണ് വീണ്ടെടുപ്പ് ഒരു യാഥാർത്ഥ്യമാക്കുന്നതെന്ന് യേശു കർത്താവ് തീരുമാനിച്ചു. ഇങ്ങനെയാണ് ഞാൻ ദൈവം എന്നെ ഭരമേൽപ്പിച്ച, പിതാവ് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നതായ കാര്യം നിർവഹിക്കുന്നത്. എങ്ങനെ? എന്നെ തന്നെ നൽകിക്കൊണ്ട്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തില്ല? സ്വയമായിട്ട് വിശന്നപ്പോൾ കല്ലപ്പമാക്കി തീർത്തില്ല എന്ന് തന്നെയല്ല, അവൻ്റെ വഴി എന്താണ് എന്നുള്ളത് അവൻ തീരുമാനമെടുത്തു, ചിന്തിച്ചു, ആലോചിച്ചു, തീരുമാനമെടുത്തു. ദൈവസന്നിധി പറഞ്ഞു, ഐ എം ഗോയിങ് ടു ഗിവ് മൈ സെൽഫ്, എന്നെ തന്നെ കൊടുക്കാൻ പോകുകയാണ്. പിശാചിൻ്റെ അടുത്ത പ്രലോഭനം എന്ന് പറയുന്നത്, ശരി നീ അങ്ങനെ തീരുമാനിച്ചാലും ജനങ്ങൾക്കിത് മനസ്സിലാകണമല്ലോ. നമുക്കുള്ളൊരു വലിയൊരു പ്രശ്നം ഇതാണ്. നമുക്ക് കാര്യം മനസ്സിലായാലും പോരാ, പിന്നെ എന്ത് വേണം? ജനങ്ങളുടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നീ വിമോചകനാണെന്നുള്ളത് ജനങ്ങൾ എങ്ങനെ അറിയും? അതിനുവേണ്ടി നീ ദേവാലയത്തിൻ്റെ മുകളിൽ കയറി താഴേക്ക് ചാടുക. അന്നത്തെ ഏറ്റവും ഉയരമുള്ള ടവർ എന്ന് പറയുന്നത് അന്ന് യെരുശലേമിൽ ദേവാലയത്തിൻ്റെ മുകൾ ഭാഗമാണ്. അവിടെ കയറിയിട്ട് നീ എന്ത് ചെയ്യുക? താഴോട്ട് ചാടുക. താഴോട്ട് ചാടിക്കഴിഞ്ഞാൽ നീ താഴോട്ട് വരുന്നത് എന്താ? ദൂതന്മാർ നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം നിന്നെ പരിരക്ഷിക്കും. അങ്ങനെ നീ ഇങ്ങനെ ഒരു പാരാഷൂട്ടിൽ എന്നതുപോലെ ഇറങ്ങി താഴോട്ട് വരുന്നത് കാണുമ്പോൾ ജനങ്ങൾക്കെല്ലാം മനസ്സിലാകും നീയാണ് യഥാർത്ഥത്തിലുള്ള മശീഹ എന്ന് അവർക്ക് മനസ്സിലാകും. അതിനുള്ളൊരു മാർഗം അതാണല്ലോ. പക്ഷെ കർത്താവ് പറഞ്ഞു, അങ്ങനെ ആളുകളെ ഒരു ഗിമ്മിക്സ് കളിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുമല്ല ഞാനിവിടേക്ക് വന്നിരിക്കുന്നത്. അവിടെ ആ പ്രലോഭനങ്ങളോട് ചേർന്ന് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കാൽ കല്ലിൽ തട്ടാതെ വണ്ണം നിന്റെ കയ്യിൽ താങ്ങിക്കൊള്ളുന്ന എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവ്, യു ഷാൽ നോട്ട് ടെസ്റ്റ് യുവർ ലോർഡ്. നിന്റെ കർത്താവിനെ നീ എന്ത് ചെയ്യാൻ പാടില്ല? പരീക്ഷിക്കാൻ പാടില്ല. ഇത് പറയാൻ കാര്യം എന്താണെന്ന് അറിയാമോ? കർത്താവ് പറഞ്ഞു, നീ എന്താ പറഞ്ഞത്? നിനക്ക് എന്ത് വിവരമാണ്? നമ്മളാണെങ്കിൽ വേദവസത്തിൽ കാര്യം 90 സങ്കീർത്തനത്തിൽ നിന്നാണ് പിശാച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഉടനെ കർത്താവ് ചോദിക്കുക, നീ എന്താ പറഞ്ഞത്? താഴോട്ട് ചാടാനോ? എടാ, വേദവസം പഠിക്കണം. പിശാചിനോട് കർത്താവ് പറയുക, വേദത്തിൽ എഴുതിയിരിക്കുന്നത് ചാടണമെന്നാണോ? വീണാലെന്നാണ് പറയുന്നത്. വീഴുന്നതും ചാടുന്നതും രണ്ടാണ്. നമ്മുടെ പലരുടെയും പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വീഴുന്നതിന് പകരം എന്ത് ചെയ്യുകയാണ്? വീഴുകയാണെങ്കിൽ ചിലപ്പോൾ കർത്താവ് സൂക്ഷിച്ചെന്നിരിക്കും, പക്ഷെ ചാടുകയാണെങ്കിൽ സൂക്ഷിക്കാൻ അവിടെ ദൂതന്മാരെ ഒന്നും കർത്താവ് വിട്ടിട്ടില്ല എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ചാടി എന്താ കാര്യങ്ങൾ എന്താണ് ഓരോ കാര്യങ്ങൾ എടുത്തു ചാടി ചെയ്ത് ദൈവത്തെ പരീക്ഷിക്കുവാനല്ല കർത്താവ് നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു വീഴ്ച അല്ലെങ്കിൽ ഒരു പ്രയാസം അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഉണ്ടാവുകയാണെങ്കിൽ, ഡാർസലാമിൽ ടെൻസാനിയയിൽ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഒരു മുസ്ലിം കൺവേർട്ടാ, കിക്കുള എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ക്രിസ്ത്യനായി കഴിഞ്ഞപ്പോഴത്തേക്ക് നേരത്തെ അവന് ഒരു ഇസ്ലാമിക് അവരുടെ ഷെരീഫ് ഫാമിലിപ്പെട്ടതാണ്. അപ്പോൾ അവനിങ്ങനെ വളരെ ഒരു നല്ലൊരു ഇസ്ലാമിക് ലെവലിൽ പോകുന്ന കൂട്ടത്തിൽ ആണ് ഇവൻ ക്രിസ്ത്യനാകുന്നത്. ക്രിസ്ത്യനായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ്റെ ഭാര്യയോട് കൂട്ടുകാരെല്ലാം പറഞ്ഞു, എടി ഇപ്പം നിനക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ നല്ലൊരു മാർഗ്ഗമുണ്ട്. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇവനെ പോയിസൺ ചെയ്താൽ മതി, ഇവൻ മരിക്കുകയാണെങ്കിൽ യു വിൽ ഗോ ടു ഹെവൻ. ഈ പൊട്ടിപ്പണ്ടതങ്ങ് വിശ്വസിച്ചിട്ട് ഇവളെന്ത് ചെയ്തു? ഫുഡിനകത്ത് പോയിസൺ കൊടുത്തു. ലിറ്ററലി ഹാപ്പൻ. അപ്പം ഇവനൊരു ദിവസം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കസേരയെല്ലാം കൂടെ കിടന്ന് പറക്കുന്നത് പോലെ തോന്നുന്നു. ഹി ഫെൽറ്റ് സംതിങ് ബാഡ്. പിന്നെ മോള് വന്നിട്ട് പറഞ്ഞു, അപ്പം ഞാൻ കണ്ടായിരുന്നു അമ്മ അതിനകത്ത് കണ്ട് പൊടിയിടുന്നത്. ആൻഡ് ഹി ജസ്റ്റ് പ്രേഡ്, കർത്താവേ, ദോഷകരമായത് എന്ത് കുടിച്ചാലും നിനക്കൊന്നും ഭവിക്കയില്ല എന്ന് എൻ്റെ വചനത്തിലുണ്ടല്ലോ, സോ ഐ ബിലീവ് ഇറ്റ് എന്ന് പറഞ്ഞ് അവൻ പ്രാർത്ഥിച്ചു. യാതൊരു പ്രശ്നമില്ലാതെ കർത്താവ് അവനെ സൗഖ്യമാക്കി. അത് ചാടിയതല്ല, ആണോ? എന്നാൽ ഇതും കേട്ടോണ്ട്, എന്നാൽ ദോഷകരമായതൊന്നും കുടിച്ചാൽ ഒന്നും സംഭവിക്കത്തില്ല, എന്നാൽ പോയി കുറച്ച് ആസിഡ് കുടിച്ചേക്കാമെന്ന് വെച്ചാൽ ആരെങ്കിലും പോയി വീട്ടിൽ പോയി കുറച്ച് ആസിഡ് കുടിച്ചു കഴിഞ്ഞാൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല. അത് ടെസ്റ്റ് ചെയ്യാണ്, ദൈവത്തെ ടെസ്റ്റ് ചെയ്യാനല്ല. വെൻ യു ഫോൾ, വീഴ്ചയിൽ നിങ്ങളെ താങ്ങുവാൻ കർത്താവ് ദൂതന്മാരെ ആക്കിയിട്ടുണ്ട്. ചാട്ടത്തിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് കർത്താവ് ദൂതന്മാരെ ആക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പല ആളുകൾക്കും വീഴ്ച എന്ന് പറഞ്ഞാലും മിക്കപ്പോഴും വീഴ്ചയല്ല, വീഴുന്നത് തന്നെ ഇഷ്ടമാണ് ചിലർക്ക്, ഇല്ലേ? അങ്ങനെ ഇഷ്ടപ്പെട്ട് വീഴുന്നവരുമുണ്ട് പാപത്തില്. പല സമയത്തും they just love it. They love it. യേശു കർത്താവ് പറയുന്നത്,
ജനങ്ങളുടെ മുമ്പിൽ ആള് കളിക്കാനായിട്ട് ഒരു കാര്യം ചെയ്യാൻ എനിക്ക് ആവശ്യമില്ല. ഹി സെയ്സ് ദാറ്റ് ഐ ഹാവ് ഡിസൈഡഡ് ഇൻ വിച്ച് വേ ഐ വിൽ അക്കംപ്ലിഷ് ദ ടാസ്ക് ദാറ്റ് ഗാഡ് ഹാസ് ഗിവൺ മീ. ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന, എൻ്റെ പിതാവ് എനിക്ക് നൽകിയിരിക്കുന്നതായ ആ ദൗത്യം ഞാൻ എങ്ങനെ നിർവഹിക്കും എന്നുള്ളത് ഞാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. ദാറ്റ് ഇസ് എ വേ ഓഫ് ദ ക്രോസ്. മരണത്തിൻ്റെ എന്നെ തന്നെ ഭക്ഷിക്കാൻ ഏൽപ്പിച്ചുകൊണ്ട്, അല്ലാതെ വിശക്കുന്നവന് ആഹാരം കൊടുത്തുകൊണ്ടല്ല, വിശക്കുന്നവന് ഭക്ഷണ കല്ലിൽ നിന്ന് അപ്പം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടല്ല, പ്രത്യുത മരിച്ച് ക്രൂശിന്റെ മാർഗത്തിലൂടെയാണ് അവന്റെ രാജ്യത്വം സ്ഥാപിക്കുന്നത്, അല്ലെങ്കിൽ വിമോചനം സാധ്യമാക്കി തീർക്കുന്നത് എന്ന് അവൻ തീരുമാനമെടുക്കുകയാണ്. എൻ പ്രിയനേശുവെ രുചിച്ചറിഞ്ഞു എൻ വേദനയിൻ നാളുകളിൽ, ക്ഷമിച്ചിടുവാൻ സഹിച്ചിടുവാൻ എനിക്കവൻ തൻ കൃപ തന്നു. എൻ പ്രിയനേശുവെ രുചിച്ചറിഞ്ഞു എൻ വേദനയിൻ നാളുകളിൽ, ക്ഷമിച്ചിടുവാൻ സഹിച്ചിടുവാൻ എനിക്കവൻ തൻ കൃപ തന്നു. എന്നന്തരംഗം വേദനയാൽ വിങ്ങി വിങ്ങി ഞാൻ തളർന്നപ്പോൾ, എൻ മനതാരിൽ തൊട്ടു വിളിച്ചു എൻ ഹൃദയം നിറച്ചാശ്വാസമായി ആ സ്നേഹത്തിൻ മുൻപിൽ സമർപ്പിച്ചു. ആ സ്നേഹമെന്നിൽ ശാന്തി തന്നു. ആ സ്നേഹത്തിൻ മുൻപിൽ സമർപ്പിച്ചു. ആ സ്നേഹമെന്നിൽ ശാന്തി തന്നു. എൻ പ്രിയനേശുവെ രുചിച്ചറിഞ്ഞു എൻ വേദനയിൻ നാളുകളിൽ. ഞാൻ ദുഃഖിച്ചപ്പോൾ ആശ്വാസമായവനരികിൽ വന്നു. ആനന്ദത്തിൻ പാട്ടു തന്നു. ആശ്വാസമായവനരികിൽ വന്നു. ആനന്ദത്തിൻ പാട്ടു തന്നു. എൻ പ്രിയനേശുവെ രുചിച്ചറിഞ്ഞു എൻ